രേണു എത്ര ഗുരുതരമായ ഒരു കാര്യമാണെന്ന് നോക്കണം. നമ്മുടെ എത്ര വർഷം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിന് ഒരു അറുതിയും വന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം മൂരൂട്ടമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന സരസ്വതി വിദ്യാലയത്തിലാണ് ബസ്സിൽ ആയയായി ജോലി ചെയ്യുന്ന ഈ ചേച്ചി ജയശ്രീ എന്ന് പറയുന്ന ഈ സഹോദരിയെ അവിടെ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. 3 ദിവസം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നു എന്ന് മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് പിരിച്ചുവിട്ടിരിക്കുകയാണ്. പേരിന് മുമ്പിൽ വാല്, പേരിന്റെ മുമ്പിലുള്ള നിന്റെയൊക്കെ വാല് ഉള്ളതിന്റെ ധൈര്യം മാത്രമാണ് നിനക്കൊക്കെ. അതല്ലെങ്കിൽ നീ ഒന്നും ഒരു കോപ്പുമല്ല. ദളിതന്റെ മേഹത്തുള്ള മണം നീ പറഞ്ഞില്ലേ, പറഞ്ഞ ആരായാലും ദളിതന്റെ മേഹത്തുള്ള ആ ശരീരത്തിലുള്ള മണം എന്ന് പറയുന്നത് കഷ്ടപ്പാടിന്റെ, കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ മണമാണ്. അവരുടെ വിയർപ്പിന്റെ മണമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ വിയർപ്പിന്റെ മണമാണ്. 4 നേരം വെട്ടി വിഴുങ്ങി തിന്നു തൂറി ഏസിക്കകത്ത് കയറിയിരിക്കുന്ന നിനക്കൊന്നും അത് വരില്ല. നായരും നമ്പൂതിരിയും മേനോനും പിള്ളയും ഉണ്ണിത്താമാരും എല്ലാ നായ്ക്കളും കേൾക്കാനാണ് പറയുന്നത്. ഈ പേരിന്റെ മുമ്പിലുള്ള വാലിന്റെ ബലം മാത്രമാണ് നിനക്കൊക്കെ. എപ്പോഴാണ് നീയൊക്കെ നന്നാവുന്നേ? ഈ ജാതി മതം ഇത്രയും 2026 ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നീയൊക്കെ എപ്പോഴാണ് നന്നാവുന്നേ? മഹാൻ അയ്യങ്കാളിയുടെ 4ാം തലമുറയിൽപ്പെട്ട ആ ഒരു സഹോദരിക്കാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പാവപ്പെട്ടവരുടെ മറ്റുള്ളവരുടെ ഗതികേട് പറയണോ? കേരളത്തിൽ പലതും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. നാണം ഉണ്ടോ നായ്ക്കളെ? നാണം ഉണ്ടോ?